ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ചെറിയ പാചകത്തിലാണ്. നമ്മളൊരു കോളിഫ്ലവർ കൊണ്ടൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിവിടെ മൈദയൊന്നും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തത് കൊണ്ട് മൈദ അങ്ങനെ കുറച്ച് സാധനങ്ങൾ വേണം. അപ്പം എല്ലാം കൂടെ ആയിട്ട് നമുക്ക് ബ്രോസ്റ്റഡ് പൗഡർ എന്നും പറഞ്ഞ സംഭവം കിട്ടും. അത് വേണം. അത് 100 ഗ്രാമിൻ്റെയാണ്. അത് വാങ്ങിക്കുക. അതാണ് ഞാൻ ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട. കുറച്ച് വെള്ളം മാത്രം ആഡ് ചെയ്താൽ മതി. അങ്ങനെ ആഡ് ചെയ്ത് നമ്മളത് പുരട്ടിയിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കോളിഫ്ലവർ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ആ സമയത്ത് അത് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ പാലും കൂടെ ഇട്ട് ചൂടാക്കുന്നുണ്ട് കേട്ടോ. അതായത് ചായക്ക് വേണ്ടി, ചായത്തെ സ്നാക്സ് ആയിട്ടാണ് നമ്മളിവിടെ കോളിഫ്ലവർ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ചായയും കൂടെ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ അത് അതിൻ്റെ ഒരു പാകമായിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ ചായ തിളയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അമ്മ ചായ ഉണ്ടാക്കുകയാണ്, ഞാനിവിടെ കോളിഫ്ലവറിൻ്റെ പരിപാടിയിലാണ്. അപ്പം രണ്ടുപേര് രണ്ട് ജോലിയിലാണിത്. ചായ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ചായയുടെ പരിപാടിയാണ് ഞാൻ, ബാക്കി പരിപാടി മോളുമാണ്. മോൾക്ക് സ്കൂളിൽ പോകേണ്ടതുണ്ട്. ഇങ്ങനെ ഉള്ള പരിപാടിയൊക്കെ അവളാണ് ചെയ്യണത്. ഫ്രൈ ആയി അതിന് ശേഷം ഞാൻ കുറച്ച് കരിയപ്പല ഫ്രൈ ചെയ്ത് അതിൽ കൂടെ ഇട്ട്. അങ്ങനെ നമ്മളുടെ സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച് എല്ലാം ഫ്ലോപ്പാകുമെന്നാണ് വിചാരിച്ചത്. കാരണം അത് ചിക്കൻ പൗഡറാണല്ലോ. പക്ഷേ നല്ല സോഫ്റ്റായി, നല്ല ചൂടും കൂടെ ആയതുകൊണ്ട് തിന്നാൻ ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ ഞാൻ കഴിച്ച് നോക്കി, ചായ അങ്ങോട്ട് കഴിച്ച് ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട കാര്യമാണ്. കാരണം ഒട്ടും കഷ്ടപ്പാടില്ല, ചെയ്യണത് ഭയങ്കര ഒരിതാണല്ലോ. അപ്പം എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ അമ്മയ്ക്കും കൊടുത്തു. എനിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൽ കിടന്ന കരിയപ്പല മൊത്തം ഞാനാണ് അത്രയും തിന്ന് തീർത്തത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ.